കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള പാസ്റ്റർ ബിനു ചേച്ചി വിവാഹം കഴിച്ചു. അതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം എന്നാണ്. ഒരു കാര്യം പറയട്ടെ, നീ ഒരു പുല്ലും പറയണ്ട, ഇപ്പൊ തന്നെ മാറ്റണം ഈ ശവത്തിന്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ തള്ളിക്കളയുന്നുമില്ല. അല്ല, ഇപ്പൊ രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഇവർക്ക് എന്നാ പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? എനിക്കറിയില്ല. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. ഈ ഒരു ഫോട്ടോ ഉണ്ടോ? ഇതാണ് മുൻ ഭർത്താവ് പാസ്റ്റർ ബിനു. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയത്തില്ല പാസ്റ്ററിനെ എന്ന് പറയും. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട്, 2 മക്കളുള്ളതാണ്. അതൊക്കെ ലൈഫ് സംഭവിച്ച് മറഞ്ഞ കാര്യങ്ങളാണ്. പാസ്റ്റ് ആണ് അതൊക്കെ. അതാണ് ഇതൊക്കെ എന്തുവാടെ? നീ ഇന്നലെ എന്റെ കൂടെ അഭിനയിച്ച ആളാണിത്. കൊമ്പൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ചേച്ചി ലീഗലി എത്ര വിവാഹം ചെയ്തിട്ടുണ്ട്? പ്രളയം വന്ന് സർവ്വത് നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. കെട്ടിയാലും കെട്ടില്ല, ഇവറ്റകൾക്ക് എന്താ? എന്നോട് ആരും ഇതുവരെയായിട്ടും ആരും ചോദിച്ചില്ല. മെയിൻ സ്ട്രീം വണ്ണാണ് എന്നോട് വന്ന് ചോദിക്കുന്നത്. എനിക്കത് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം ഞാൻ നാളെ കള്ളിയാവരുത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ താലി കിട്ടുക അല്ലെങ്കിൽ അതാണ് വിവാഹം. എനിക്ക് അതാണ് വിവാഹം. സുധിച്ചേട്ടൻ അല്ലെങ്കിൽ പറയട്ടെ, ഈ കമന്റ് ഇട്ടോളൂ, പറയട്ടെ എന്നെ ആരാ താലി കിട്ടിയിട്ടുള്ളത്? അത് ശരിയാ, അത് ശരിയാ. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്ത് സംഭവിച്ചു അത് ഞാൻ സുധിച്ചേട്ടനും കിച്ചുവിന് അറിവായ ഒരു 12-13 വയസ്സുള്ള കുട്ടിയല്ലേ അന്ന്. അവനോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങളും പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അത് പറഞ്ഞ ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നുമില്ലാത്തൊരു ലൈഫായി. ഈ കമന്റ് ഇടുന്നവരടുത്താ പറയുന്നത്. ഇനി കുത്തിപ്പൊക്കിയ ഇതേ ഉള്ളു എനിക്ക് മറുപടി. ഈ ഒരു കാര്യം സുധിച്ചേട്ടന്റെ ഫാമിലിക്ക് അറിയായിരുന്നോ? തീർച്ചയായിട്ടും അറിയായിരുന്നു. ഞാൻ ജേണോ സുധി ഒരു തുള്ളി താഴത്തില്ല. ഇത് കണ്ട ഡൗണും ആകത്തില്ല. കാരണം അനുഭവിക്കുന്നതിന്റെ മാക്സിമത്തിന് അപ്പുറം അനുഭവിച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. ഇന്റർവ്യൂല് ചേച്ചിയുടെ സാമ്പത്തികാവസ്ഥ എന്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അക്കൗണ്ട് ബാലൻസ് കാണിച്ചിരുന്നു. ഇത് ചിലപ്പം 2ാമത്തെ അക്കൗണ്ട് ആയിരിക്കാം. അവനാണ് എനിക്ക് അക്കൗണ്ട് എടുത്തു തരുന്നത്, 10-15 അക്കൗണ്ട്. ഈ പറഞ്ഞവൻ ആരാലും അവൻ തെളിയിക്കട്ടെ എന്നേ. എനിക്കൊരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഞാൻ പുതിയ അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, ഒട്ടും എടുത്തിട്ടുമില്ല. അമ്പോ കണ്ട രോമൊക്കെ എണീറ്റ് നിന്ന് പുഷപ്പടിക്കണം. സുധിച്ചേട്ടനെ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ കാണിച്ചത്. കോടികളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് വേറൊരു അക്കൗണ്ട്, നിങ്ങളെയൊക്കെ കാണിക്കാൻ വേറൊരു അക്കൗണ്ട്. ഇവൻ തെളിയിക്കട്ടെ, ഈ പറഞ്ഞവൻ ആരാലും അവൻ തെളിയിക്കട്ടെ വന്നു. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം?